നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാങ്കുകളെ കുറിച്ചാണ്. പക്ഷേ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന പോലെയല്ല. പണം നിക്ഷേപിക്കുമ്പോൾ ബാങ്കിനെ നമുക്ക് രണ്ട് രീതിയിൽ സമീപിക്കാം. ഒന്ന്, ബാങ്കിനുള്ളിൽ നിക്ഷേപിക്കാം. മറ്റൊന്ന്, ബാങ്കിന് മുകളിൽ നിക്ഷേപിക്കാം. അപ്പോൾ എന്താണ് ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങളുടെയൊക്കെ ബാങ്ക് എന്ന് പറഞ്ഞാല് പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ മാത്രമുള്ളൊരിടമാണോ, അതോ അതിനപ്പുറം നമ്മുടെ പണം വളർത്താൻ സഹായിക്കുന്ന ഒരു ടൂൾ കൂടിയാണോ അത്? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയുടെ ഒരു കാതൽ. ഒരു വശത്ത് നിങ്ങൾക്ക് ബാങ്കിന് പണം കടം കൊടുക്കുന്ന ഒരാളാകാം, അതായത് ഒരു ലെൻഡർ. മറുവശത്ത് നിങ്ങൾക്ക് ബാങ്കിന്റെ ഒരു ഭാഗം സ്വന്തമാക്കുന്ന ഒരാളാകാം, അതായത് ഒരു ഓണർ. ഈ രണ്ട് റോളുകളും തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. അത് നിങ്ങളുടെ സമ്പത്തിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ വഴിയിലേക്ക് കടക്കാം. ഏറ്റവും സുരക്ഷിതവും നമ്മൾക്കെല്ലാവർക്കും പരിചയമുള്ളതുമായ മാർഗം ഫിക്സഡ് ഡിപ്പോസിറ്റുകളിലൂടെ ബാങ്കിനുള്ളിൽ നിക്ഷേപിക്കുന്നത്. എന്താണിതിന്റെ അർത്ഥം? സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങളൊരു നിശ്ചിത തുക ഒരു നിശ്ചിത കാലയളവിലേക്ക് ഒരു നിശ്ചിത പലിശ നിരക്കിലെ ബാങ്കിലിടുന്നു. ഇതിനെയാണ് നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ FD എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ബാങ്കിന് പണം കടം കൊടുക്കുന്നു, അതിനവർ നിങ്ങൾക്കൊരു പലിശ തരുന്നു. അത്രയുള്ളൂ. FDകൾ ഇത്രയധികം പോപ്പുലർ ആകാൻ ചില നല്ല കാരണങ്ങളൊക്കെയുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മുതലും പലിശയും സേഫാണ്. രണ്ടാമതായി, കാലാവധി തീരുമ്പോൾ എത്ര രൂപ കയ്യിൽ കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്കിത് പിൻവലിക്കാനും പറ്റും. പക്ഷേ ഈ സുരക്ഷിതത്വത്തിന് നമ്മൾ ഒരു വില കൊടുക്കുന്നുണ്ട്. എന്താണെന്നല്ലേ? മറ്റ് നിക്ഷേപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിലെ വരുമാനം കുറവായിരിക്കും. അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പണപ്പെരുപ്പം. അത് നിങ്ങളെ വരുമാനത്തിന്റെ യഥാർത്ഥ മൂല്യം കുറച്ചുകൊണ്ടേയിരിക്കും. പോരാത്തതിന് നിങ്ങൾക്ക് കിട്ടുന്ന പലിശയ്ക്ക് ടാക്സും കൊടുക്കണം. ഇനി നമുക്ക് ഒരു കണക്ക് നോക്കാം. ഒരു ഉദാഹരണത്തിന്, 20 വർഷം മുൻപ് നിങ്ങൾ 5 ലക്ഷം രൂപ ശരാശരി 8% പലിശയ്ക്ക് ഒരു FDയിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്നത് വളർന്ന് ഏകദേശം 23,30,000 രൂപയായനെ. ഈ സംഖ്യ ഒന്ന് ഓർത്തുവെച്ചോളൂ. നമുക്ക് കുറച്ചു കഴിഞ്ഞ് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വഴിയിലേക്ക് പോകാം. വളർച്ചയുടെ പാത, അതായത് സ്റ്റോക്കുകളിലൂടെ ബാങ്കിന് മുകളിൽ നിക്ഷേപിക്കുന്നത്. ഇതെന്താണ് സംഭവം? ഇവിടെ നിങ്ങൾ ബാങ്കിന് പണം കടം കൊടുക്കുകയല്ല ചെയ്യുന്നത്. പകരം നിങ്ങൾ ആ ബാങ്കിന്റെ തന്നെ ഓഹരികൾ വാങ്ങുകയാണ്. അങ്ങനെ നിങ്ങൾ ആ ബാങ്കിന്റെ ഒരു ചെറിയ മുതലാളിയാകുന്നു, ഒരു സഹ ഉടമ. നിങ്ങൾക്കിഷ്ടമുള്ള ബാങ്കിന്റെ ഓഹരി വാങ്ങാം, അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പോലെയുള്ള പല ബാങ്കുകളുടെ ഓഹരികളുള്ള ഫണ്ടുകളിലും നിക്ഷേപിക്കാം. ഇവിടെ കിട്ടാവുന്ന നേട്ടങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഒന്നാമതായി, ഉയർന്ന വരുമാനം കിട്ടാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ പണപ്പെരുപ്പത്തിനെതിരെ ഇതൊരു നല്ല പ്രതിരോധമാണ്. അതുമാത്രമല്ല, ബാങ്കിന് ലാഭമുണ്ടാകുമ്പോൾ അവർ ഡിവിഡൻഡ് തരും. അതൊരു അധിക വരുമാനമായിട്ട് നമുക്ക് കിട്ടും. എന്നാൽ ഉയർന്ന നേട്ട സാധ്യതയുണ്ടെങ്കിൽ ഉറപ്പായും അവിടെ ഉയർന്ന റിസ്ക്കുമുണ്ടാകും. ഓഹരി വിലകൾ എപ്പോഴും കയറിയും ഇറങ്ങിയുമിരിക്കും. അതിനെയാണ് നമ്മൾ മാർക്കറ്റ് വൊലാറ്റിലിറ്റി എന്ന് പറയുന്നത്. നിങ്ങളുടെ നിക്ഷേപം ബാങ്കിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ രാജ്യത്തെ സാമ്പത്തിക സാഹചര്യങ്ങൾ മോശമായാൽ അത് ബാങ്കിംഗ് മേഖലയെ പെട്ടെന്ന് ബാധിക്കും. അപ്പോൾ ഇവിടുത്തെ കണക്ക് എങ്ങനെയിരിക്കും? അതേ 5 ലക്ഷം രൂപ ബാങ്കിന് മുകളിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ചരിത്രപരമായ 13% വാർഷിക വരുമാനം വെച്ച് നോക്കുമ്പോൾ 20 വർഷം കൊണ്ട് അത് ഏകദേശം 57,80,000 രൂപയായി വളരുമായിരുന്നു. ഓർമ്മയുണ്ടോ ആ 23 ലക്ഷം? അതുമായിട്ട് ഈ തുക ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കേ, എന്തൊരു വ്യത്യാസമാണല്ലേ? ഇത് നമ്മളെ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു താരതമ്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ 20 വർഷം കൊണ്ട് വ്യത്യസ്ത വഴികൾ തിരഞ്ഞെടുത്ത 4 നിക്ഷേപകരെയും അവരുടെ ജീവിതം എങ്ങനെ മാറിയെന്നും നമുക്ക് നോക്കിയാലോ? അപ്പോൾ നമുക്ക് 4 പേരെ സങ്കൽപ്പിക്കാം. രമേശ്, ലക്ഷ്മി, സുരേഷ്, പിന്നെ പ്രിയ. രമേശ് 100% സേഫായി FDയിൽ നിക്ഷേപിച്ചു. ലക്ഷ്മി കുറച്ചുകൂടി സ്മാർട്ടായി 50% FDയിലും 50% സ്റ്റോക്കുകളിലും ഇട്ടു. സുരേഷ് കുറച്ചു കൂടുതൽ റിസ്ക് എടുത്തു, 75% സ്റ്റോക്കുകളിൽ. പ്രിയയാണെങ്കിൽ ഫുൾ എമൗണ്ടും സ്റ്റോക്കുകളിൽ തന്നെ നിക്ഷേപിച്ചു. ഈ ടേബിൾ നോക്കൂ. ഇവരുടെ 20 വർഷത്തെ യാത്രയുടെ ഫലം ഇതിൽ വളരെ വ്യക്തമാണ്. എല്ലാവരും തുടങ്ങിയത് ഒരേ 5 ലക്ഷം രൂപ വെച്ചിട്ടാണ്. പക്ഷേ അവർ തെരഞ്ഞെടുത്ത വഴികൾ കാരണം അവസാനം കയ്യിൽ കിട്ടിയ തുക തമ്മിൽ എന്തുമാത്രം വ്യത്യാസമുണ്ടെന്ന ആ അവസാനത്തെ കോളം നോക്കൂ. ഞെട്ടിപ്പോകും.
ഈ ബാർ ചാർട്ട് ആ വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാണിച്ചു തരും. നോക്കൂ, രമേശിന് കിട്ടിയത് 23.3 ലക്ഷം. എന്നാൽ പൂർണ്ണമായും സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച പ്രിയയ്ക്ക് കിട്ടിയത് 57 ലക്ഷത്തിൽ കൂടുതൽ. ലക്ഷ്മിക്കും സുരേഷിനും ഇതിനിടയിൽ നല്ലൊരു തുക കിട്ടി. അതായത് കുറച്ചെങ്കിലും സ്റ്റോക്കുകളിലേക്ക് മാറിയപ്പോൾ തന്നെ എത്ര വലിയൊരു മാറ്റമാണുണ്ടായതെന്ന് നോക്കൂ. നമ്മുടെ ഈ വിശകലനത്തിന്റെ എല്ലാം ഒരു സംഗ്രഹം ഈ ഒരു വാചകത്തിലുണ്ട്. FDകൾ റിസ്ക് ഇല്ലാത്തതാണെങ്കിൽ ബാങ്കിനു മുകളിലുള്ള നിക്ഷേപം എന്നത് റിസ്ക് മാനേജ് ചെയ്യുന്നതാണ്. ആ അധികമായി എടുക്കുന്ന റിസ്ക് വളരെ ഉയർന്ന വരുമാനത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഈ പറഞ്ഞ റിസ്ക്കും റിവാർഡും പിന്നെ നിങ്ങളും ഇതെല്ലാം നിങ്ങളുടെ സാമ്പത്തിക ഭാവിയെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തുവെക്കാം. ബാങ്കിനുള്ളിൽ നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണ്, പക്ഷേ വരുമാനം കുറവായിരിക്കും. ബാങ്കിന് മുകളിൽ നിക്ഷേപിക്കുമ്പോൾ റിസ്ക് ഉണ്ട്, പക്ഷേ വളരാനുള്ള സാധ്യതയോ അത് വളരെ കൂടുതലാണ്. നമ്മൾ കണ്ടുകഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ ബാങ്കിന് മുകളിൽ നിക്ഷേപിച്ചവർക്ക് അനുകൂലമായിരുന്നു. പക്ഷേ അവസാനം ഏതുവഴി തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ലക്ഷ്യങ്ങളെയും നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുമെന്നതിനെയും ആശ്രയിച്ചിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? കാരണം ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ, അതൊരു വീട് വാങ്ങുന്നതോ മക്കളുടെ പഠിപ്പോ അല്ലെങ്കിൽ സമാധാനമായി റിട്ടയർ ചെയ്യുന്നതോ ആകട്ടെ, അതിലേക്ക് വളരെ വേഗത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. കഴിഞ്ഞ 20 വർഷത്തെ കണക്കുകൾ നമ്മളോട് പറയുന്നത് റിസ്ക് എടുത്തവർക്ക് മികച്ച നേട്ടമുണ്ടായി എന്നാണ്. അപ്പോൾ ഇനി നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: മുന്നോട്ട് നോക്കുമ്പോൾ അടുത്ത 20 വർഷത്തിൽ നിങ്ങളുടെ സാമ്പത്തിക കഥ എന്തായിരിക്കും?